വെൽക്കം ടു മൈ സെക്കൻഡ് വീഡിയോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരു വീഗൻ സംഭവമാണ്. ഒരു റൈഡറിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംഭവം, ഹെൽമെറ്റ്. സോ ഇറ്റ്സ് നൺ അണ്ടർ ദാൻ ദി AGV Pista GPRR Wintertest 2020. സോ ഞാൻ വാലന്റീനോ റോസിയുടെ കട്ട ഫാനാണ്, അതുകൊണ്ടാണ് AGVക്ക് തന്നെ പോയത്. അത് മാത്രമല്ല, പല റീസൺസ് ഉണ്ട്. അതായത് AGVയുടെ കൂട്ടൊരു സ്റ്റൈലിഷ് എയറോഡൈനാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ഇറ്റ്സ് വെരി റയർ. പിന്നെ ആ Wintertest 2020 എഡിഷൻ അത് കണ്ടപ്പോൾ തന്നെ അത് ബുക്ക് ചെയ്യണമെന്ന് ഓർത്തു. അപ്പോൾ സൂപ്പർ ബൈക്ക് എടുത്തു. അപ്പം ഇതിന് തന്നെ പോയി. സോ പിന്നെ അതുപോലെ തന്നെ ഫുള്ളി കാർബൺ ഫൈബർ ആണ്, പിന്നെ ഹൈഡ്രേഷൻ സിസ്റ്റം ഉണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. അതെല്ലാം കാരണമാണ് ഈ ഹെൽമെറ്റിലോട്ട് പോയത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. ഇതാണ് ബോക്സിങ്, നല്ല സേഫ് ആയിട്ടുള്ള. ഇവിടെ നമുക്കൊരു ഹൗ ടു ഫിറ്റ് ഇൻ ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് സംഭവം. നമുക്ക് ഫസ്റ്റ് നമുക്കിത് പുറത്തോട്ട് എടുക്കാം. നല്ല സേഫായിട്ടാണ് പാക്കൊക്കെ ചെയ്തിരിക്കുന്നത്. സോ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്, അത് നമുക്ക് മാറ്റാം ആദ്യം. എന്നിട്ട് നമ്മുടെ ഹെൽമെറ്റ് ബാഗുണ്ട്, ഹെൽമെറ്റ് ബാഗ് കൂടെ ഒന്ന് ഊരിയേക്കാം. സോ ഇതാണ് ഹെൽമെറ്റ്. ഇങ്ങനെയുണ്ട് ഗൈസ് ഡിസൈൻ. അതുപോലെ നമ്മൾ അകത്ത് നോക്കുവാണെങ്കിലും നല്ല കളർ സ്കീമൊക്കെ കൊടുത്തിട്ടുണ്ട്. AGV ലൈനപ്പിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന AGV Pista GPRRൻ്റെ Wintertest 2020 എഡിഷനാണിത്. സോ 2020-ൽ വാലന്റീനോ റോസി യൂസ് ചെയ്ത അതേ സെയിം ഹെൽമെറ്റ്, സെയിം റെപ്ലിക്ക. സോ AGVയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അതായത് Pista GPRറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫുള്ളി കാർബൺ ഫൈബറാണ്. സോ സൂപ്പർ ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരാൾക്കറിയാം, അത്രയും അഗ്രസീവ് പൊസിഷനിലിരിക്കുമ്പോൾ നമ്മളൊരു നോർമൽ ഹെവി ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നെക്കിനും അതുപോലെ തന്നെ ഷോൾഡേഴ്സിനും ഒക്കെ വരുന്ന ഒരു സ്ട്രെസ്സ് വളരെ അധികമായിരിക്കും. ബട്ട് ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട്, അതായത് ഇറ്റ്സ് ജസ്റ്റ് 1.6 kgs, അതുകൊണ്ട് തന്നെ നമുക്ക് നെക്കിലും ഷോൾഡേഴ്സിലും ഒക്കെ വരുന്ന ഒരു സ്ട്രെയിൻ വളരെ കുറവായിരിക്കും. സോ ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് ഹെൽമെറ്റ് ഫോർ റൈഡേഴ്സ്. ഹെൽമെറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും എനിക്ക് ഹെൽമെറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഇനി ഞാൻ ഷെയർ ചെയ്യാം. സോ ഗൈസ്, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ വാലന്റീനോ റോസിയുടെ സൈൻ ഉണ്ട്. പിന്നെ നമ്മൾ AGVയുടെ Pista GPRറിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഷാർപ്പ് എഡ്ജ്. നല്ല AGVയുടെ എല്ലാ ഹെൽമെറ്റിനും ഉണ്ട് ഷാർപ്പ് എഡ്ജ്, പക്ഷേ ഇതിന് കുറച്ചുകൂടെ ഒരു എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഷാർപ്പ് എഡ്ജ് ഉണ്ട്. എയറോഡൈനാമിക്കലി കുറേ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി അടുത്ത് ഇവിടെ ഒരു എയർ വെന്റ് ഉണ്ട്, 2 ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വൈസറിൻ്റെ ഒരു ലോക്ക്, അത് പ്രസ് ചെയ്ത് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ എടുക്കേണ്ടതാണ്. അല്ലാതെ അടയ്ക്കാൻ നേരം നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ നോർമലി അടയ്ക്കാം. പിന്നെ തുറക്കാൻ നേരം മാത്രം ഇത് ഈ ലോക്ക് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. പിന്നെ ഇവിടെ 3 എയർ വെന്റ്സ് നമുക്ക് കാണാം. ഇവിടെ ഈ 2 സൈഡിൽ ഒരെണ്ണം സിമെട്രിക് ആയിട്ട്, പിന്നെ ഇവിടെ ഒരെണ്ണം കോമൺ. പിന്നെ AGVയുടെ ലോഗോ. പിന്നെ ഇതാണ് Wintertest 2020യുടെ ഡിസൈൻ വരുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ 2 എയർ വെന്റ്സ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്പോയിലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീലാണ്. അത് നോക്കുമ്പം തന്നെ നമുക്ക് കാണാം വിയർ 46 കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡോട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്പോയിലറിൻ്റെ ആ ഒരു സൈസ് തന്നെ നല്ല അട്രാക്റ്റീവ്നെസ് ആണ് അത് തരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഇപ്പം ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവർ പ്രൊഡക്ഷനിൽ ഇറക്കുന്ന 2500 ഹെൽമെറ്റ്സേ ഇറക്കുന്നുള്ളൂ. ഇതെന്ന് പറയുമ്പം 1750 ഫസ്റ്റ് മോഡലാണ്. അത് നമ്മൾ എടുത്തു. പിന്നെ ഡോട്ട് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാം മെയ്ഡ് ഇൻ ഇറ്റലി. അപ്പം ഇത്രയാണ് ഹെൽമെറ്റിൻ്റെ ഡീറ്റെയിൽ. ഇനിയും ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എക്സ്ട്രാ പാഡ്സ് നമുക്ക് നോക്കാം. എക്സ്ട്രാ പാഡ്സ് ഇങ്ങനെ ലേബിൾ ചെയ്തിട്ടുണ്ട്, എത്ര പീസസ് ഉണ്ടെന്ന് ഡിഫറെൻറ്റ് ലേബിൾസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് അത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫ്ലൈസ് ഒക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ റേസസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വാലന്റീനോ റോസിയൊക്കെ ഫ്ലൈസിനെയൊക്കെ എടുത്ത് കളയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്.
പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് ക്ലീനിങ് കിറ്റും പിന്നെ ഒരു മാനുവലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് തന്നെ ഒരു AGV സ്റ്റിക്കറുണ്ട്, നമുക്ക് ബൈക്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ മാനുവലും സംഭവമൊക്കെയാണ്, ഇത്തിരി കുഞ്ഞു സംഭവങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് എയർവെൻസ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ക്യാപ്പാണ്. പിന്നെ ക്ലീനിങ് കിറ്റാണ് മെയിൻലി ഇതിനകത്ത് വരുന്നതും, പിന്നെ മാനുവലും. അത് ഇനി നമുക്ക് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോക്സിനകത്തുള്ള പിൻലോക്ക് ഫോഗ് റെസിസ്റ്റൻറ്റ് ലെൻസാണ്. അപ്പോൾ ഇത് AGVയുടെ ഈ പിസ്റ്റ GPR എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അത്രയും സംഭവങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പം സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ഫോം ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത് എടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്തുള്ള കോഴ്സ സ്പെക്കിൽ നിന്നാണ്. ഇപ്പോൾ പ്രൈസ് വന്നത് 1,30,500 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക്. സോ എനിക്കറിയാം എല്ലാവരും ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്, അതായത് ബൈക്ക് എടുത്ത് പുറത്ത് പോയി ഒരു മോട്ടോ വ്ളോഗ് പോലെ ചെയ്യാൻ. പക്ഷേ എനിക്ക് ഇതുവരെ ആക്ച്വലി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഒരു മോട്ടോ വ്ളോഗ് സെറ്റപ്പ് റെഡിയാക്കാൻ പറ്റിയില്ലായിരുന്നു. അതായത് ഞാൻ ജസ്റ്റ് ഇപ്പം ഇത് ഒരു ടെസ്റ്റ് റൈഡ് പോലെ ചെയ്തായിരുന്നു. സോ GoPro മാത്രം ജസ്റ്റ് ഒന്ന് വെച്ച് എങ്ങനെ ഉണ്ടായിരിക്കും ഓഡിയോയും എല്ലാം കൂടെ വെച്ച് നോക്കി എങ്ങനെ ഉണ്ടായിരിക്കുമെന്നൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ബട്ട് ഓഡിയോ എനിക്ക് GoProയിലൂടെ എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ എക്സ്റ്റേണലായിട്ട് പിന്നെ എടുത്ത ഓഡിയോ ആണ്. അതുപോലെ ഞാൻ ഓർത്തു ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 1 മാസമായിരുന്നു. ഞാൻ ഹെൽമെറ്റ് എടുത്ത് 1 മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഓർത്തു ഈ ഹെൽമെറ്റ് 1 മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് സാധാ ഒരു ഹെൽമെറ്റും ഈ ഒരു ഹെൽമെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് പറയാമെന്ന് ഓർത്തു. സോ ഞാൻ സാധാ എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് പറയുമ്പോൾ ആക്സിസിൻ്റെ ഒരു ഹെൽമെറ്റാണ്, പിന്നെ ഒരു ബിൽമോളയുടെ ഹെൽമെറ്റും ഉണ്ട്. സോ ഈ 2 ഹെൽമെറ്റും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബൈക്കിൻ്റെ മുകളിൽ. അപ്പം ഞാൻ ആക്ച്വലി ഒത്തിരി സ്പീഡ് ഞാൻ ഇതുവരെ ഈ ബൈക്കിൽ എടുത്തിട്ടില്ല, കാരണം ഞാൻ ഇപ്പോഴും ട്രെയിനായി വരുന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് 10,000cc ബൈക്കാണ്. സോ ഞാൻ ട്രെയിനായി വരുന്നേ ഉള്ളൂ, ഞാൻ ഒത്തിരി ടോപ്പൊന്നും കയറ്റിയിട്ടില്ല വണ്ടി. സോ എനിക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ലോങ് ഒക്കെ പോയിട്ടുണ്ട്, അത്യാവശ്യം ലോങ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ഇച്ചിരി ദൂരമൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു നോർമൽ ഹെൽമെറ്റ് ആണെങ്കിലും നമുക്ക് ഷോൾഡേഴ്സിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയൊരു പെയിൻ അനുഭവപ്പെടും. പക്ഷേ ഈ ഒരു ഹെൽമെറ്റിന് വെയിറ്റ് കുറവായതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വെയിറ്റ് കുറവാണ്. സോ നമുക്ക് അത്ര അങ്ങോട്ട് സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്തില്ല. ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് കംഫർട്ടായിരിക്കും. ആൻഡ് പിന്നെ ഡിസൈൻ വൈസ് ആണെങ്കിലും ഇറ്റ്സ് പെർഫെക്റ്റ്. അതായത് ഫോട്ടോഷൂട്ടിനൊക്കെ പോകുന്ന സമയത്തും നല്ലൊരു എടുത്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഡിസൈനാണ് ഈ ഹെൽമെറ്റിനുള്ളത്. അതായത് ഷെല്ലിൻ്റെ ഡിസൈൻ ആണെങ്കിലും പിന്നെ അല്ലാതെ ആ ഒരു വിൻ്റർ ടെസ്റ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇറ്റ്സ് പെർഫെക്റ്റ്. So that's it for this video. I hope you guys liked it. If you guys liked it, please hit the like button and don't forget to subscribe. അതുപോലെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ല. എൻ്റെ പുതിയ വീഡിയോസ് 2 ആഴ്ച കൂടുമ്പോൾ വരുന്നതായിരിക്കും. So don't forget to hit that bell icon as well.